കേരളം നാണിക്കുന്ന ഞെട്ടിക്കുന്ന സംഭവമാണ് മുക്കത്തുണ്ടായിരിക്കുന്നത്. യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങളും ന്യൂസ് 8-ന് ലഭ്യമായിരിക്കുന്നു. ആ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ന്യൂസ് 8-ന് ലഭിച്ചത്. യുവതി ആ സമയത്ത് ഫോണിൽ ഗെയിം കളിക്കുകയായിരുന്നു. അതിനിടെയാണ് പീഡന ശ്രമം ഉണ്ടായത്. ഫോണിന്റെ റെക്കോർഡിംഗ് സംവിധാനം ഓണായിരുന്നു. യുവതി നിലവിളിക്കുന്ന ശബ്ദം കേൾക്കാം വ്യക്തമായിട്ട്. ഞാൻ അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്ന് സംസാരിക്കാൻ ഒച്ചുണ്ടാക്കി നിന്ന് മാനം പോവും. ഒച്ചുണ്ടാക്കി നിന്ന് മാനം പോകും. MS അനീഷ് കുമാർ ചേർന്നു. അനീഷ്, അലോസരപ്പെടുത്തുന്ന തരത്തിലാണ് ഈ കുട്ടി അലറി കരയുന്നത്. അപ്പോഴും എവിടെയാണ് ഈ പ്രതികൾ എന്ന് സംബന്ധിച്ച് പോലീസ് കൈമലർത്തുന്ന ഒരു സാഹചര്യം. കേസ് ഏത് ഘട്ടത്തിലെത്തി, എന്തുകൊണ്ട് പ്രതികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുകൂടിയാണ് പോലീസ് പറയുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് കൃത്യമാണ് പീഡന ശ്രമം. അതുകൊണ്ടാണ് ഈ കുട്ടി സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ കെട്ടിടത്തിൽ നിന്ന് ചാടിയത് എന്നുകൂടിയല്ലേ? തീർച്ചയായും അപർണ, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ അലോസരപ്പെടുത്തുന്നതുമായ ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടി ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്വകാര്യ ലോഡ്ജിന്റെ ഉടമയും മറ്റു 2 ജീവനക്കാരുമായി ആ സ്ഥലത്തെത്തുകയും ഈ പെൺകുട്ടിയെ ഈ അങ്കിളെന്ന് ഈ ദൃശ്യങ്ങളിൽ പറയുന്ന ആൾ തന്നെ കടന്നു പിടിക്കുകയും ചെയ്യുമ്പോൾ ആ കുട്ടി പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെടാനായി അലറി നിലവിളിക്കുന്ന ശബ്ദങ്ങൾ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. ഒപ്പം ഈ വന്ന ദേവദാസ് എന്നയാൾ പറയുന്നുണ്ട്, അങ്കിളാണ്, നാണം കെടുത്തരുത്, ഒച്ച വെച്ച് നാണം കെടുത്തരുത് എന്ന്. ഇയാളുടെ വാക്കുകളിൽ തന്നെ നമുക്ക് എന്താണ് അവിടെ നടന്നിരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ശബ്ദിക്കുന്ന തെളിവുകൾ തന്നെയാണ് പുറത്തു കൊണ്ടിരിക്കുന്നത്. ഇത്രമേൽ അധിക്ഷേപത്തിനിരയാകുമ്പോൾ തന്റെ അഭിമാനത്തിന് അങ്ങേയറ്റം ക്ഷതമേൽക്കുന്നു എന്ന് കണ്ടപ്പോൾ ശാരീരികമായ ഒരു കടന്നുകയറ്റത്തിലേക്ക് നീങ്ങുമ്പോൾ തന്നെയാണ് ആ പെൺകുട്ടി ആ വീടിന്റെ 1-ാം നിലയിൽ നിന്ന് പുറത്തേക്ക് വരികയും ആ 1-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയും ചെയ്തിരിക്കുന്നത്. ജീവന് പോലും ഭീഷണി ഉണ്ടാവുന്ന അല്ലെങ്കിൽ അങ്ങേയറ്റം അപകടകരമായ ഒരു കൃത്യമാണ് എന്ന് അറിയാമെങ്കിൽ പോലും തനിക്കെതിരായ കടന്നുകയറ്റത്തെ ചെറുക്കാൻ അതല്ലാതെ ആ കുട്ടിയുടെ മുന്നിൽ മറ്റ് മാർഗങ്ങളില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ആ ആത്മരക്ഷാർത്ഥമുള്ള പുറത്തേക്കുള്ള ആ ചാട്ടം. ആ ചാട്ടത്തിൽ ആ യുവതിക്ക് അങ്ങേയറ്റം ഗുരുതരമായ പരിക്കുകൾ വരികയും നട്ടെല്ലിനടക്കം ക്ഷതമേൽക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നത്. ആശുപത്രിയിൽ ആദ്യം എത്തുമ്പോൾ അവ്യക്തമായ ചില കാര്യങ്ങളാണ് ആ കുട്ടി പറഞ്ഞിരുന്നത്. ഓൺലൈൻ ഗെയിം കളിക്കുന്നതിനിടയ്ക്ക് പീഡിപ്പിക്കാൻ ശ്രമം നടന്നു എന്ന കാര്യം പറയുന്നു. പിന്നീട് പോലീസ് മൊഴിയെടുത്തപ്പോഴാണ് വിശദമായി തന്നെ നടന്ന കാര്യങ്ങൾ ഈ പെൺകുട്ടി പോലീസിനോട് പറയുകയുണ്ടായത്. ഈ മൊഴിയെടുക്കലിൽ നിന്ന് തന്നെ വ്യക്തമായി ഈ ഹോട്ടലിന്റെ ഉടമയായ ആളും 2 ജീവനക്കാരുമാണ് അവിടേക്ക് വന്നത്. അവരുടെ പേരുവിവരങ്ങളടക്കം കൃത്യമായി നൽകി. ഒപ്പോൾ മൊബൈൽ ഫോണിലുള്ള ഈ ദൃശ്യങ്ങളും കൃത്യമായ തെളിവ് തന്നെയാണ് പോലീസിന് കൈമാറിയിരുന്നത്. പക്ഷേ സമയം നടന്ന് ഏതാണ്ട് 3 ദിവസം കഴിയുമ്പോഴും പ്രതികളെ പിടികൂടാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടാവുന്നില്ല. പ്രതികൾ ഒളിവിലാണ് എന്ന ഒഴുക്കൻ മട്ടിലുള്ള ഒരു വിശദീകരണം മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. മറുവശത്ത് പെൺകുട്ടിയുടെ കൃത്യമായ മൊഴിയും തെളിവുകളും ലഭിച്ചിരിക്കുന്നു. ഒപ്പം മൊബൈൽ ഫോണിലേക്കും മറ്റുമൊക്കെ ഇയാളിൽ നിന്നും നിരന്തരം ലഭിച്ചിരിക്കുന്ന വാട്സാപ്പ് സന്ദേശങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളും കുടുംബം നേരത്തെ മാധ്യമങ്ങളോടക്കം പങ്കുവച്ചിരുന്നു. ഈ തെളിവുകളും ഉചിതമായ സമയത്ത് പുറത്തുവിടും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ആദ്യം ഒരു രക്ഷകർത്താവിന്റെ രൂപത്തിൽ ഒരു രക്ഷകൻ എന്ന പരിവേഷം അണിഞ്ഞാണ് ഈ ലോഡ്ജ് ഉടമ ഈ യുവതിയുടെ അടുത്തേക്ക് എത്തുകയും യുവതിയുടെ വിശ്വാസം ആർജിക്കുന്നതിനുള്ള പല നടപടിക്രമങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിലൊരു പീഡന ശ്രമം ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു ഹോട്ടലാണ്, ഒരു ലോഡ്ജാണ് ഇത്. അവിടേക്ക് 3 മാസം മുമ്പാണ് കണ്ണൂർ സ്വദേശിനിയായ 29 വയസ്സുള്ള യുവതി എത്തുന്നത്. യുവതിയുടെ ഒപ്പം മറ്റു 2 വനിതാ ജീവനക്കാർ കൂടി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവം നടക്കുന്ന ദിവസം ആ 2 ജീവനക്കാർ അവധിയായിരുന്നു. അത്തരമൊരു അവസരം മുതലെടുത്താണ് താമസ സ്ഥലത്തേക്ക് ഇയാൾ വരികയും ഈ പെൺകുട്ടിയെ, ഈ യുവതിയെ അങ്ങേയറ്റം
അധിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ശാരീരികമായ കടന്നുകയറ്റം ചെയ്യാൻ ശ്രമിക്കുകയും പെൺകുട്ടി ആത്മരക്ഷാർത്ഥം പുറത്തേക്ക് ചാടി ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നത്. ഇന്ന് മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ എത്തുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുന്നുണ്ട്. അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് അത്തരത്തിൽ കടക്കും. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം തന്നെയാണ് ഈ മണിക്കൂറിലും ഏറ്റവും പ്രസക്തമാവുന്നത്. അപർണ, അതായത് പോലീസ് ഇത്ര ദിവസം ഉണ്ടായിട്ടും ഇവരെ എന്തുകൊണ്ട് ട്രാക്ക് ചെയ്യാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ള ഒരു വിഷയമുണ്ട്. ഈ വീട്ടുകാർ ആ ഒരു സംശയം ഉന്നയിക്കുന്നില്ലേ? പോലീസ് ഈ 3 ദിവസത്തിനപ്പുറത്തേക്ക് കടന്നിട്ട് പോലും ഈ വിഷയത്തിനകത്ത് അതായത് ജീവനക്കാരടക്കം ഉടമയും ജീവനക്കാരും ആരെയും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം പോലീസിനുണ്ടാകുന്നു. അങ്ങനെ ഒരു സ്വാധീനമുള്ളവരാണോ ഇവർ? അത്തരത്തിലുള്ള ആരോപണങ്ങൾ വീട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടോ? അനീഷ്, ഞാൻ തിരികെ വരാം. അനീഷ്, ആക്ടിവിസ്റ്റ് ധന്യരാമൻ നമുക്കൊപ്പം ചേരുന്നു. ധന്യ, ഈ മുക്കത്ത് പെൺകുട്ടിക്ക് നേരെ ഉണ്ടായിട്ടുള്ള പീഡന ശ്രമവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുക, ഗുരുതരാവസ്ഥയിൽ നട്ടലിനടക്കം പരിക്കേറ്റ് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കുട്ടിയുടെ ഫോണിലെ റെക്കോർഡിംഗ് ഓണായിരുന്നില്ലെന്ന് അലറി വിളിച്ച് കരയുന്ന ശബ്ദമൊക്കെയാണ് ഇപ്പോൾ ഈ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമാണ് പീഡന ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോഴും ഇത്ര ദിവസമായിട്ട് ഈ പ്രതികളെ ഒന്നും കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല കേരള പോലീസിന് എന്നുള്ളത് ഏത് തരത്തിലാണ് പോലീസ് ഇതിനകത്ത് ഒരു സ്വാധീനത്തിൽ നിൽക്കുകയാണെന്ന് ഒറ്റയടിക്ക് ആരോപിക്കുന്നതിൽ സാങ്കത്യമുണ്ടോ? ഇത്തരം ഒരു കേസ് നടന്നു കഴിഞ്ഞാൽ പോലീസ് പെട്ടെന്ന് ചെയ്യേണ്ടത് പ്രതികളെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. കുട്ടിയുടെ മൊഴിയെടുക്കാം, പ്രതികളെ ഐഡന്റിഫൈ ചെയ്യുക, നിയമ നടപടിയിലേക്ക് ആണ് പോകേണ്ടത്. പകരം ഇത് കേസുകൾ ഇങ്ങനെ സ്ലോ ചെയ്യുന്നതിൽ വളരെ നമുക്ക് തന്നെ ഒരു സംശയം ജനിപ്പിക്കും. നമ്മളിപ്പോൾ പോലീസ് കാര്യമായിട്ട് കേസ് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് തന്നെ ഒരു സംശയം തോന്നിപ്പോകും. കാരണം ഒരു പെൺകുട്ടിയെ ഒരു ഹോട്ടൽ മുറിക്ക് അകത്ത് വെച്ചാണ് അവർ പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ട് അവൾ താഴേക്ക് ചാടുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ അത്രയ്ക്ക് ഒരു മരിക്കുന്ന ഉറപ്പ്, മരിച്ചാലും കുഴപ്പമില്ല അങ്ങനെ വിചാരിച്ചിട്ടാണ് ജീവൻ രക്ഷിക്കാൻ, മരിച്ചാലും കുഴപ്പമില്ല ഇത്രയും ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ചാടണമെങ്കിൽ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലായിരിക്കുമല്ലോ ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് തന്നെ അതിഭീകരമായിട്ട് തോന്നുകയാണ്. നമ്മുടെ നാട്ടിലത്തെ ഒരു പോക്ക് എങ്ങനെയാണ്? ഈ ക്രിമിനൽസിനെ എല്ലാം കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഇത്രയും മദ്യവും മയക്കുമരുന്നും എവിടെ നോക്കിയാലും കൊലയും പീഡനങ്ങളും മാത്രമേ ഉള്ളൂ. ഈ ഒരു സമയം വേറൊരു ലെവലിലേക്കാണ് പോകുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് നിയമ നടപടി പൂർത്തിയാക്കി ക്രിമിനൽസിനെ ജയിലിൽ അടയ്ക്കാനാണ് ശ്രമിക്കേണ്ടത്. പൊതുസമൂഹത്തിന് ഇവിടെ ജീവിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ തന്നെ ഒരു കുഞ്ഞ് കടയിൽ പോയപ്പം കടക്കാരൻ കയറി പിടിക്കുക. അപ്പൊ ഇത് പിന്നെ അവിടെയൊക്കെ നിർധനരായ കുട്ടികളാണ്. എന്തും സംഭവിക്കും. ഒരു ഹോട്ടലിൽ ജോലിക്ക് പോകുന്ന ഒരു പെൺകുട്ടിയായിരിക്കും ചിലപ്പം. ഇവർക്കൊക്കെ ഇത്രേ വരുമാനമുള്ളൂ, അല്ലെങ്കിൽ ചോദിക്കാനും പറയാൻ ആളില്ല, അല്ലെങ്കിൽ സ്വാധീനമില്ല എന്നുള്ള ഒരു ഇടത്തുനിന്നൊക്കെ ചിന്തകളിൽ നിന്നാണ് ഇത്തരം ആളുകൾക്ക് ഇവരെ ആക്രമിക്കാം എന്ന് തോന്നുന്നത്. പക്ഷെ ആ ഒരു തെറ്റിദ്ധാരണ തിരുത്തേണ്ടത് ഇവിടുത്തെ പോലീസാണ്. അവരാണ് അത് പെട്ടെന്ന് നിയമ നടപടി സ്വീകരിച്ച് ഇവർ അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ പൊതുസമൂഹത്തിന് ഒരു ധൈര്യവും ഒരു ബോധവും ഉണ്ടാവുള്ളൂ. അപ്പൊ മനുഷ്യരുടെ പിന്നെ ധൈര്യം ചോർന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തിറങ്ങാനുള്ള. അങ്ങനെയാണ് എവിടെ എപ്പോ വേണേ എങ്ങനെ ആക്രമിക്കപ്പെടാം എന്നുള്ളൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഒരു ഇതിനകത്ത് പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനമില്ല, അതുകൊണ്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇതിൽ പ്രതിഷേധമായിട്ട് വരാനുള്ള ഒരു സാഹചര്യവുമില്ല. അതൊക്കെ കൊണ്ട് ഈ കേസ് നീണ്ടു പോകും. വളരെ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടി കൂടിയാണ്. പൊതുസമൂഹം ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധമായിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? അങ്ങനെ നിങ്ങളടക്കമുള്ള ആക്ടിവിസ്റ്റുകളൊക്കെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരണ്ടേ? അതാണ് നിർധനരായിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും പറ്റിയാൽ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ മാത്രമേ സംസാരിക്കാറുള്ളൂ. അല്ലെങ്കിൽ എന്തെല്ലാം വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്കൂളിൽ ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്തു, അധ്യാപകൻ റേപ്പ് ചെയ്തു, ഒരു ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് തന്നെ ഒരു സ്കൂളിൽ വെച്ച് കുട്ടി പ്രഗ്നന്റ് ആയി. ഇത് ഇങ്ങനത്തെ എന്തോരം കേസുകളാണ്. ഒരു വിദ്യാർത്ഥി സംഘടനകളും ഇല്ല, ഒരു യുവജന സംഘടനകളും ഇല്ല, ആർക്കും സംസാരിക്കാൻ വേണ്ട, പ്രതിഷേധമില്ല. ഈ നാട് ഇങ്ങനെ ഈ ഒഴുക്കിൽ അങ്ങ് പോവുകയാണ്. അതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്നവൻ ചെയ്യപ്പെടും, നിയമ നടപടിക്ക് മുമ്പിൽ ആകപ്പെടുന്നവൻ ആകപ്പെടും, അല്ലാത്തവർ സ്വാധീനം കൊണ്ടങ്ങ് രക്ഷപ്പെടുകയും ചെയ്യും. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പുറകെ നടന്ന് ഇങ്ങനെ നമ്മൾ ഒരു യുദ്ധമാണ് ഇവരെയൊക്കെ ഒന്ന് അറസ്റ്റ് ചെയ്യുന്നത്. ഇന്നലെ തന്നെ ഒരു പെൺകുട്ടീനെ അവളുടെ കണ്ണിൽ കത്രിക കുത്തി ഇറക്കി ഭർത്താവ്. ഇവിടെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലാണ്. അന്ന് അത്രയും ക്രൂരമാണ്. എന്തൊക്കെയാണ് ഒരു ദിവസം നമുക്കിപ്പോൾ എല്ലാ വാർത്തയാകാൻ പറ്റത്തില്ല, പക്ഷെ നമ്മൾ അറിയുന്ന എത്രയോ വിഷയങ്ങളുണ്ട്, ഇടപെടുന്ന എത്രയോ വിഷയങ്ങളുണ്ട്. ഒരു ദിവസം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഇടപെട്ട് നമ്മുടെ ഒരു ദിവസം അങ്ങ് പോകും.
പിന്നെ ഈ നമ്മൾ വിക്ടിമായിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ. അപ്പൊ കൃത്യമായിട്ട് പോലീസ് അന്നേരം തന്നെ ഇടപെട്ട് ആ കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കുവാണെങ്കിൽ നമ്മളൊന്നും ഇത്ര എഫേർട്ട് ഇടേണ്ട ആവശ്യമേ ഇല്ല. നമ്മളെ കൊണ്ട് ഇങ്ങനെ ചർച്ചയ്ക്ക് പോലും ഇടവരുത്തരുത്. അതിനു മുമ്പേ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമുക്ക് കാണേണ്ടത്. അതാണ് നമുക്ക് ആവശ്യവും. നിയമ നടപടി സ്വീകരിക്കുമ്പോൾ മാത്രമേ ഇവർ കുറച്ചെങ്കിലും ഒതുങ്ങുള്ളൂ. അല്ലെങ്കിൽ ഈ ക്രിമിനൽ സെക്കൻഡിൽ ഒരു പോലീസുകാരനെ തന്നെ നെഞ്ചിൽ ചവിട്ടി കൊന്നു എന്ന് പറയുമ്പോൾ പൊതുസമൂഹം സംരക്ഷിക്കേണ്ട പോലീസിന് ഓക്കെ, തീർച്ചയായിട്ടും ധന്യ, വളരെ നന്ദി. MS അനീഷ് കുമാറിലേക്ക് വീണ്ടും. അനീഷ്, ഈ ചോദ്യം ഇത് തന്നെയാണ്. ഇങ്ങനെ ഒരു ലോഡ്ജ് ഉടമ ഇത്രയും ദിവസം എങ്ങനെയാണ് മാറി നിൽക്കുന്നത്? അയാളെ എന്തുകൊണ്ട് ട്രാക്ക് ചെയ്യാൻ പോലും പോലീസിന് കഴിയുന്നില്ല? എത്ര ജീവനക്കാരായിരുന്നു ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നു? അവരെയും ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് പോലീസിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലേക്ക് കാര്യം നിൽക്കുന്നു. പോലീസിന്റെ വീഴ്ച പോലീസിന്റെയാണ്. ഈ പ്രതികളെ എന്തുകൊണ്ട് പിടിക്കാൻ ഇത്ര ദിവസമായിട്ട് കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ കുട്ടിയുടെ വീട്ടുകാർ മുകളിലേക്ക് പരാതി കൊടുക്കാൻ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? അപർണ, പലപ്പോഴും ഈ പ്രതികളുടെ സ്വാധീനം മാത്രമല്ല ഈ ഇത്തരം കേസുകളിൽ സ്വാധീനിക്കുക, മറിച്ച് ഈ കാര്യങ്ങൾ എത്തുമ്പോൾ ഈ പലപ്പോഴും ഇരകളുടെ മൊഴിയെ അവിശ്വസിക്കുക അല്ലെങ്കിൽ വേണ്ടത്ര ഗൗരവത്തോടെ കൂടി എടുക്കാതിരിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രസക്തമാവുന്നതെന്ന് നമുക്ക് തോന്നുന്നു. കാരണം ഈ പ്രതികളായ ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും പറയാൻ ഒരുപാട് ഈ കപട ന്യായങ്ങൾ കാണും. മറ്റു പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയാവും അവരുടെ അടുത്ത വൃത്തങ്ങൾ പോലീസിന് നൽകുന്ന ചില വിവരങ്ങൾ. ഇതും കേന്ദ്രീകരിച്ച് ഈ പെൺകുട്ടിയെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാതെ ഒരു അന്വേഷണമായി മുന്നോട്ട് പോകുന്നതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ തെളിവുകളൊക്കെ പൂർണ്ണമായും പുറത്തു വന്ന ശേഷം പെൺകുട്ടിയുടെ രഹസ്യമൊഴിയൊക്കെ രേഖപ്പെടുത്തിയ ശേഷം ഈ കേസിൽ ഒരു കാര്യമായ ഇടപെടലിലേക്ക് നീങ്ങാം എന്നൊരു അമാന്തം പലപ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്നും കാണാറുമുണ്ട്. ഇതിപ്പോൾ വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. കാരണം ഒരു യുവതി പീഡിപ്പിക്കപ്പെടുന്നതിന്റെ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടാൻ ഒരു ആൾ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ തന്നെ ആ കുടുംബത്തിന് പുറത്തുവിടേണ്ടി വരുന്നു. എന്നാൽ മാത്രമേ പൊതുസമൂഹത്തിലേക്ക് ഇത് വിശ്വസിപ്പിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പോലീസിനെ ഇക്കാര്യത്തിൽ പൂർണ്ണമായി കാര്യങ്ങൾ ധരിപ്പിക്കാൻ കഴിയൂ എന്ന ദുരവസ്ഥയിലേക്ക് അവർ തള്ളിവിടപ്പെടുന്ന ഒരു സാഹചര്യം. അത് അങ്ങേയറ്റം സങ്കടകരമായ ഒരു വസ്തുത തന്നെയാണ്. ആ ഒരു വസ്തുതയാണ് ഇക്കാര്യത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളൊക്കെ ഈ കുടുംബത്തിന്റെ പക്കൽ ഉണ്ട്. ഈ ദേവദാസിന്റെ ഫോണിൽ നിന്നും കുട്ടിയുടെ ഫോണിലേക്ക് അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളും വോയിസ് റെക്കോർഡിങ്ങുകളും അങ്ങനെ അടക്കമുള്ള പല പല തെളിവുകളും ഇവരുടെ പക്കലുണ്ട്. എന്തായാലും പോലീസിന്റെ ആദ്യ മണിക്കൂറുകളിലെ ആദ്യ ദിവസങ്ങളിലെ ഇടപെടലുകൾ അത്ര കാര്യക്ഷമമല്ല എന്ന് കുടുംബം പറയുന്നുണ്ട്. കൂടുതൽ പരാതികളുമായി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുന്ന അടക്കം മുഖ്യമന്ത്രിക്കൊക്കെ പരാതി നൽകുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. ഒപ്പം ഉചിതമായ സ്ഥലത്ത് ഈ പൊതുസമൂഹത്തിന് കൂടി വ്യക്തമാവുന്ന രീതിയിൽ ഈ തെളിവുകൾ പുറത്തുവിടാനുള്ള ഒരു നീക്കവും കുടുംബം ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ സംഭവത്തിന്റെ വ്യാപ്തി എത്രമാത്രം വലുതാണ്, എത്രമാത്രം ഞെട്ടിക്കുന്ന സംഭവമാണ് നടന്നതെന്നും ഈ കുട്ടിയുടെ ഭാഗത്താണ് 100% ന്യായമെന്നും തെളിയിക്കുന്നതിനുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഒരാൾ അയാളുടെ ജീവൻ പോലും പണയം വെച്ചു. ഒരുപക്ഷെ ഈ കെട്ടിടത്തിന്റെ 1ാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയാൽ ജീവൻ പോകും അല്ലെങ്കിൽ ജീവൻ അപകടം വരും എന്ന കാര്യത്തിൽ നല്ല ബോധവതിയാണ് ആ യുവതി. പക്ഷേ അത്തരത്തിൽ ഈ തന്റെ സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചും ഒരിടത്തുനിന്നും രക്ഷപ്പെടാനുള്ള അവസാനത്തെ വഴിയും നോക്കുമ്പോൾ എത്രമാത്രം വേദനിച്ച ശേഷമാവാം ആ കുട്ടി അത് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ഈ ആദ്യഘട്ടത്തിൽ ഇരകളെ അവിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മേൽ സംശയത്തിന്റെ ഒരു മുന നീളുന്നത് തന്നെയാണ് പലപ്പോഴും ആദ്യ ദിവസങ്ങളിൽ ആദ്യ മണിക്കൂറുകളിൽ വളരെ വലിയേറിയ അവസരം നഷ്ടമാവുകയും പ്രതികൾക്ക് ഒളിവിലേക്ക് പോകാൻ സഹായകരമാവുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ പ്രതികൾ ഒളിവിലാണ് എന്ന വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. അപർണ, അനീഷ, ഈ ലോഡ്ജ് ഉടമ അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഈ 3 മാസം മുൻപ് തുറന്ന ലോഡ്ജാണ്. അപ്പം ഇവരുടെ ഒരു വെയർ അബൌട്ട് സംബന്ധിച്ച് പശ്ചാത്തലം സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും പരാതികളോ കേസുകളോ മറ്റോ ഉണ്ടോ? ഈ ഉടമയുടെ പശ്ചാത്തലം സംബന്ധിച്ച് എന്ത് വിവരമാണ് പുറത്തു വരുന്നത്? ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് അധിക നാളായിട്ടില്ല, അല്ലെങ്കിൽ ലോഡ്ജിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് അധിക നാൾ ആവാത്തതുകൊണ്ട് തന്നെ ഈ ലോഡ്ജ് കേന്ദ്രീകരിച്ച് അങ്ങനെ കാര്യമായ ഒരു പരാതികൾ വന്നു തുടങ്ങിയിട്ടില്ല. ഈ 3 വനിതാ ജീവനക്കാർ ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിലൊരു വനിതാ ജീവനക്കാരിക്കാണ് ഇത്തരത്തിലുള്ള മോശമായ പെരുമാറ്റം ഉണ്ടായത്. ആദ്യഘട്ടങ്ങളിലൊക്കെ അങ്ങേറ്റം വളരെ മാന്യമായ ഇടപെടലുകളാണ് ഈ യുവതിക്ക് നേരെ ഈ ഉടമയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. വിശ്വാസം ആർജിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ
കൂടുതൽ കരുതലൊക്കെ കാണിക്കുന്ന തരത്തിലുള്ളൊരു ഇടപെടലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്കിളെന്നൊക്കെ വിളിക്കുമ്പോൾ, അങ്കിളാണ് എന്ന് പറയുമ്പോൾ അത്രമേൽ ആ കുട്ടിക്കൊരു വിശ്വാസ യോഗ്യമായ ആളായി ഇയാൾ മാറിയിരുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷെ അത്തരമൊരാളിൽ നിന്നും ഇത്തരമൊരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു ട്രോമ, അല്ലെങ്കിൽ അച്ഛനെ പോലെയോ അല്ലെങ്കിൽ സ്വന്തം ബന്ധുക്കളെ പോലെയോ ഒക്കെ കരുതിയ ഒരാളുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു മോശം പെരുമാറ്റം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഞെട്ടൽ ആ കുട്ടിയുടെ വാക്കുകളുണ്ട്. ആ കുട്ടിയുടെ നിലവിളി പോലും നമ്മുടെ കാതുകളിലേക്ക് പതിക്കുമ്പോൾ അത് നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. നേരത്തെ ധന്യാരാമനൊക്കെ പറഞ്ഞതുപോലെ കുറ്റകൃത്യങ്ങളുടെ ഒരു പെരുക്കം, ഒരാളെ ചവിട്ടിക്കൊല്ലാനോ അല്ലെങ്കിൽ രണ്ടുപേരെ വെട്ടിനുറുക്കി കൊല്ലാനോ ഒന്നും മടിക്കാത്ത ഒരു സമൂഹമായി നമ്മുടേത് മാറിയിരിക്കുന്നു. ഒപ്പം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലെങ്കിൽ ഒരുപക്ഷെ പലതരത്തിലുള്ള തിയറികൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായതിന് ഒരുപക്ഷെ ഈ കുട്ടിയുടെ തന്നെ പെരുമാറ്റം മോശമാണ്, അല്ലെങ്കിൽ അതിന്റെ പെരുമാറ്റ ദൂഷ്യമാണ് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് നയിച്ചതെന്നടക്കമുള്ള പല വിശദീകരണങ്ങളും പുറത്ത് വരാമായിരുന്നു. അത്തരം പ്രചാരണങ്ങളൊക്കെ പ്രതിഭാഗം പലപ്പോഴും പ്രചരിപ്പിക്കുന്ന ഒരു നാടുമാണ്. എന്തായാലും കൃത്യമായ ശബ്ദിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. കൃത്യമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇനിയെങ്കിലും ഉണ്ടാവുകയാണ് വേണ്ടത്. അപർണ. റൈറ്റ് MS ദിനേഷ് കുമാർ, ഞാൻ എത്തുന്നു. സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എൽസി ഉമ്മനും നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ എൽസി ഉമ്മൻ, കൂടുന്ന കുറ്റകൃത്യങ്ങളാണ് ഒരു വശത്ത്, ഈ പീഡന ശ്രമമൊക്കെ പുറത്തു വരുന്നത് ഈ തരത്തിലാണ്. എത്രത്തോളം അലാമിംഗ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും അത് ഈ ഒരു സംഭവം ഇങ്ങനെ ഇപ്പൊ ഒരു എവിഡൻസ് ഓഡിയോ ക്ലിപ്പിംഗിന്റെ രൂപത്തിലാണെങ്കിലും കിട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത് പല രീതിയിൽ ഇത് വ്യാഖ്യാനിക്കപ്പെട്ടേനെ. ഇപ്പോൾ സാധാരണഗതിയിൽ മുന്നത്തെ അപേക്ഷിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള, പെൺകുട്ടികൾക്കെതിരെയുള്ള ക്രൈം ഓരോ ദിവസം കഴിയുന്തോറും അത് കൂടി വരികയാണ്. അതിന് ലഹരി ഉപയോഗത്തിന്റെയും അതേപോലെ തന്നെ പെരുമാറ്റ പ്രശ്നങ്ങളുടെയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യത്തിന്റെയും ഒക്കെയും പങ്ക് വളരെയധികം കൂടുതലാണ്. അത് തന്നെയല്ല, പൊതുവെയുള്ള ഒരു ധാരണയുണ്ട്, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമമാകുമ്പോൾ അത് പിടിക്കപ്പെടാതെ പോകാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. കാരണം ക്യാരക്ടർ അസാസിനേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു തലത്തിലേക്ക് ഇതിനെ വഴിതിരിച്ച് വിടാനും ഒക്കെയുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അത് പണ്ടത്തെക്കാട്ടിലും ഉപരി ഇന്നത്തെ കാലത്ത് അക്രമം കൂടുതലാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ പോലും ഈ ഒരു കേസ് ഇങ്ങനെ വന്നത് വളരെയധികം റെലവന്റ് ആണ്. കാരണം ഇത് ഒരു പെൺകുട്ടിയുടെ ഒരു നിസ്സഹായാവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇത് കാണിക്കുന്നത്. കാരണം അത് ഏതെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ ആ ഒരു തൊഴിലിടത്തിൽ പോലും അതിന് ഒരു സുരക്ഷയില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. മിക്ക ഇടങ്ങളിലും സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ സുരക്ഷയില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ ഇല്ല. ആ ഒരു സാഹചര്യത്തിൽ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവരെ ആ ഒരു മരണപ്പാച്ചിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ മുകളിൽ നിന്ന് വീഴുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മറ്റ് പ്രശ്നങ്ങളിൽ പോയി പെടാനുള്ള ഒരു സാധ്യതയും ഉള്ളത്. ഇത് മാത്രമല്ല, ചില ഘട്ടങ്ങളിൽ ഒരു സഹായം എന്നുള്ള നിലയിൽ സ്ത്രീകൾ മറ്റ് ബന്ധങ്ങളിൽ പോയി ആശ്രയിക്കാറുമുണ്ട്. അതും ഒരു നിവൃത്തികേടിന്റെ പുറത്ത് അവർക്ക് വേറെ ചോയ്സ് ഒന്നും ഇല്ലാതെ വരുമ്പോഴും ആ ഒരു സാഹചര്യത്തിൽ അവർ മറ്റ് ബന്ധങ്ങളിൽ ആശ്രയിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ആ ബന്ധങ്ങളിൽ ഉള്ളവരും ചൂഷണം ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇതൊക്കെയും നമ്മുടെ സമൂഹത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. വളരെ നന്ദി. ഡോക്ടർ എൽസി ഉമ്മനാണ് പ്രതികരിച്ചത്. വീണ്ടും MS അനീഷ് കുമാറിലേക്ക്. അനീഷ്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം ഉണ്ട് ഇയാൾക്ക് എന്നുള്ളൊരു ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും ആരോപണം വന്നിട്ടുണ്ടോ? ഇത്രയും ദിവസം പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കാൻ കഴിയുന്നതുകൊണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും ആരോപണങ്ങളുണ്ടോ ഇതുവരെ? അങ്ങനെ ഒരു ആക്ഷേപം ഈ പ്രതിപക്ഷ പാർട്ടികളോ മറ്റൊന്നും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. ഭരണപരമായ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ സ്വാധീനമോ അല്ലെങ്കിൽ അങ്ങനെ ഭരണാനുകൂല സംഘടനകളായി സ്വാധീനമുണ്ടോ, അത്തരമൊരു വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ആരും അത്തരത്തിലൊരു പ്രതികരണവുമായി മുന്നോട്ട് വന്നിട്ടില്ല. ഇയാൾ ഒളിവിലാകുന്നു എന്ന വിശദീകരണമാണ് നൽകുന്നത്. പലപ്പോഴും ഈ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നവർ ആദ്യഘട്ടത്തിൽ തന്നെ ഒളിവിൽ പോകുന്നു, പിന്നീട് കോടതികളിൽ സമീപിച്ച് മുൻകൂർ ജാമ്യത്തിനും മറ്റുമൊക്കെയുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നു. അത്തരം നടപടിക്രമങ്ങൾ നീങ്ങുമ്പോൾ അറസ്റ്റ് പോലുള്ള നടപടിക്രമങ്ങൾ വീണ്ടും ഇഴഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ അത്തരം ഒരു ആരോപണം ഉയർന്നിട്ടില്ല. സാമ്പത്തികമായി മെച്ചപ്പെട്ടുള്ള ഒരു സ്ഥിതിയിൽ നിൽക്കുന്ന ആളാണ്. അതിന്റെ എന്തെങ്കിലും സ്വാധീനം ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചും നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഈ ഒരു അനിശ്ചിതത്വം, ഈ പൂർണ്ണമായും ഈ ഇരകളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാത്ത ഒരു സംവിധാനം തന്നെയാണ് നമ്മുടേത്. അത്തരമൊരു ഈ സംവിധാനത്തിന്റെ ഒരു താമസം, അത്തരമൊരു കാലതാമസം, അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു വീഴ്ച കൃത്യമായി തന്നെ പ്രകടമാണ്. ആദ്യ മണിക്കൂറുകളിൽ ഇവരെ പിടികൂടുക, ഈ
മുൻവിധിക്കപ്പുറം എന്താണ് ഈ കേസിന്റെ ഒരു നിജസ്ഥിതി എന്നൊക്കെ തെളിയുന്നതിനപ്പുറം ആദ്യം തന്നെ ഈ ഇരകളുടെ വാക്ക് മുഖവിലക്കെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ ഈ കേസിൽ അതുണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപർണ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇതുവരെ ഈ മുക്കം പീഡന ശ്രമവുമായി ബന്ധപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ യുവതി കഴിയുന്നു. ഇതുവരെ ഈ ലോഡ്ജ് ഉടമയടക്കമുള്ള ജീവനക്കാരെ ട്രാക്ക് ചെയ്യാൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇത്രയും ദിവസമായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തീർത്തും നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. MS അനീഷ് കുമാർ.